നമസ്കാരം. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ വിരമിക്കൽ പ്രായം ഔദ്യോഗികമായി 75 വയസ്സാണ്. അതിനുശേഷം മെത്രാനായി മറ്റൊരാൾ നിയോഗിക്കപ്പെടും. ഇത്തരത്തിൽ നിയമിതനാകുന്ന ബിഷപ്പിന്റെ പ്രായം കണക്കിലെടുത്ത് ഒരു ഓക്സിലറി ബിഷപ്പിനെ കൂടി നിയമിക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായി നിലവിൽ സ്ഥാനം അലങ്കരിക്കുന്നത് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും സഹമെത്രാനായി ഒപ്പമുള്ളത് മാർ തോമസ് തറയിൽ പിതാവുമാണ്. എന്നാൽ 75 വയസ്സ് പിന്നിടുന്നു എന്നതിനാൽ പെരുന്തോട്ടം പിതാവ് സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്ന വാർത്തകളാണ് ഇന്ന് സഭാ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 50 വർഷം മിശിഹായുടെ വിശ്വസ്ത പുരോഹിതനായും 22 വർഷം മെത്രാനായും മെത്രാപോലിത്തയായും ചങ്ങനാശ്ശേരി അതിരൂപതയെ വിശ്വസ്തയോടെ നയിച്ച വ്യക്തിയാണ് പെരുന്തോട്ടം പിതാവ്. 1948 ജൂലൈ 5 പുന്നത്തുറ കോങ്ങാണ്ടൂർ പെരുന്തോട്ടം വീട്ടിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകനായി ജനനം. പൊതുവെ അധികം സംസാരിക്കുന്ന സ്വഭാവമല്ല എങ്കിൽ കൂടി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് നിലപാടുകൾ വ്യക്തമാക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ അടുത്ത കാലങ്ങളിൽ പോലും അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. നാട്ടിലെ തൊഴിൽ പഠന സാധ്യതകളെയും കണക്കിലെടുത്ത് ഈ സമീപകാലങ്ങളിൽ അന്യനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഗണ്യമായ വർധനവുമെല്ലാം അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. എതിർപ്പുകളെല്ലാം അവഗണിച്ച് അത് അധികാരികളെ ബോധ്യപ്പെടുത്താനും തന്നെ കൊണ്ടാവും വിധം അദ്ദേഹം എല്ലാം ചെയ്തു. കേരളത്തിലെ യുവജനങ്ങൾക്ക് നാട്ടിലെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനും മറ്റ് ബിസിനസ് മേഖലയിലേക്ക് ചുവടുവെക്കുന്നതിനും അദ്ദേഹം ഒരു ശില്പശാലയും സംഘടിപ്പിച്ചിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് അടുത്തിടെ സംഭവിച്ച അല്ലെങ്കിൽ നടന്ന ചുരുക്കം ചെറിയ ചില സംഭവങ്ങൾ മാത്രമാണ്. ഇങ്ങനെ നിരവധി പ്രയോജനകരങ്ങളായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. മാക് ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇടവ വൈദികനായിട്ട് ഏറ്റവും ആഗ്രഹിച്ചു. എവിടെയായാലും ഒരു ഇടവക വൈദികനാകുക, അതെനിക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു. അതെനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇടവ വൈദികൻ അപ്പം എൻ്റെ സെമിനാരി കാലത്തും ഒരു ഇടവ വൈദികനാകുക, അതായത് എൻ്റെ സ്വപ്നം അതായിരുന്നു. റോയും പഠിച്ചിട്ടിരിക്കുമ്പോൾ എൻ്റെ സ്വപ്നം അതായിരുന്നു, ഒരു ഇടവ വൈദികനാകുക. ഈ ജനങ്ങളെ ആ ഒരു ശുശ്രൂഷ പാസ്റ്റൽ മിനിസ്ട്രി നിർവഹിക്കുക, അതിൻ്റെ അപ്പുറത്തൊരു ചിന്ത എനിക്ക് ഒരിക്കലായിരുന്നു. പിന്നെ മതബോധനം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. സൺഡേ ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ സൺഡേ സ്കൂളിനെ ഞാൻ സ്നേഹിച്ചു. അവരെ നല്ല ഉത്സാഹമുള്ള ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പഠിക്കുന്നത് എനിക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടപെടൽ ചെന്നപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് സൺഡേ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ കനിയിലായാലും പുളുക്കുന്നിലായാലും പിന്നീട് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് സന്ദേശത്തിൽ അതിൻ്റെ ചുമതല എനിക്ക് കിട്ടിയപ്പോൾ അത് കുറച്ചൊക്കെ ആത്മവിശ്വാസത്തോടെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു പുരോഗതി ശുശ്രൂഷയിൽ ഒതുങ്ങി അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും സ്വപ്നവും. അതാണ് ഇവിടെ വന്നുമ്പോൾ ഈ ചാർജ് ഏറ്റെടുത്തപ്പോഴും ഒരു ഇടവക എനിക്ക് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇടവക സുരക്ഷയും തുടർന്നു പോയതിൻ്റെ കാര്യം അതാണ്. അതായത് എൻ്റെ സ്വപ്നം ഇതിങ്ങനെ നൽകപ്പെട്ടു, ഞാൻ നിഷേധിച്ചില്ല എന്ന് മാത്രമേ. ഇത്തരത്തിൽ സ്ഥാനമാനങ്ങളെക്കാൾ അദ്ദേഹം ആളുകളെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അതിനുചിതമായ പോംവഴികൾ കണ്ടെത്തി അത് നിർദ്ദേശിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ വെച്ചിരുന്നു. തന്നെയുമല്ല, അതിനുവേണ്ടി അദ്ദേഹം നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തു. അത്തരം പ്രവൃത്തികൾ ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. കുട്ടനാടിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ വേണ്ട വിധം കണക്കിലെടുക്കാൻ ബന്ധപ്പെട്ടവർക്കും അധികാരികൾക്കും കാര്യമായ വിധം കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. എൻ്റെ അജപാലന ശുശ്രൂഷയിലെ കുട്ടനാട് എനിക്ക് കിട്ടരുതെന്ന് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. വേറെ എവിടെ എന്നെ വിട്ടാലും കുഴപ്പമില്ല, കുട്ടനാട്ടിലേക്ക് വിട്ടേക്കരുത് ആണ് എൻ്റെ ആഗ്രഹം. കാരണം കുട്ടനാടിനെക്കുറിച്ച് അവിടെ മുഴുവൻ വെള്ളം, പിന്നെ കരപ്രദേശത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചവർക്ക് കുട്ടനാട് വലിയൊരു ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുട്ടനാടിനെ ഇഷ്ടപ്പെടാതിരുന്ന ഞാൻ കുട്ടനാട് കുറച്ചു കാലം ജീവിച്ച് അവിടുത്തെ ജനങ്ങളുമായിട്ട് പരിചയപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കുട്ടനാടിനെ സ്നേഹിക്കാതിരിക്കാൻ സാധിച്ചില്ല. കുട്ടനാട്ടുകാരനല്ലാത്ത ഒരാളൊക്കെ കുട്ടനാടിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ കുട്ടനാട്ടുകാർക്ക് എന്തുമാത്രം അത് സാധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടനാട്ടുകാരുടെ തന്നെ നല്ല ഒരു ഐക്യം ഇവിടെ ഉണ്ടാകണം. കുട്ടനാടിനെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് ചിന്തിക്കണം, കുട്ടനാടിൻ്റെ സാധ്യതകളെ ഒക്കെ വിലയിരുത്തണം, പഠിക്കണം. എന്നിട്ട് ശക്തമായിട്ട് അത് അധികാരികളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. ഒരുമിച്ച് നിൽക്കണം, എന്നെങ്കിലേ സാധിക്കുള്ളൂ. കുട്ടനാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. എന്തുകൊണ്ട് ആ നെല്ല് കുട്ടനാട്ടിൽ തന്നെ ഉൽപ്പന്നങ്ങളാക്കിക്കൂടാ? അരിയായിട്ട് അരി കൊണ്ടുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് കുട്ടനാട്ടിലെ ജനതയ്ക്ക് ഇവിടെ തന്നെ സാധിച്ചുകൂടാ? ഒരുമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും, ഒരുമയോടെ പോയാൽ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ കർഷകരെ ഒരുമിച്ച് കൂട്ടാൻ ഉള്ള ഒരു രൂപതയുടെയും ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതാണ് ക്രിസ് എന്ന
പ്രസ്ഥാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ്. പിന്നെ കുട്ടനാടിനെ തീർച്ചയായിട്ടും കുട്ടനാട് ഇത്രയും ജലസമൃദ്ധി അതൊക്കെ ഒന്നുകൂടെ ശരിക്കും വിനിയോഗിക്കപ്പെടണം. ആ ജലം പവിത്രമായ ജലം മലിനപ്പെടുത്താതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം. അത് സർക്കാരും കൂടെ ശ്രമിച്ചുകളെ നടക്കുകയുള്ളൂ. സർക്കാർ അതിനകത്ത് തീരുമാനമെടുത്ത സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ ആ രംഗത്ത് പ്രവർത്തിക്കണം, അതിന് സഹായം ചെയ്യണം. അതിന് കുട്ടനാടിലെ ഇപ്പം രോഗാവസ്ഥ കുട്ടനാട്ടിൽ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അങ്ങനെ രോഗികളായി ആകേണ്ടവരല്ല കുട്ടനാട്ടുകാർ. അവരുടെ ശുദ്ധജല പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം, രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാലിന്യവൽക്കരണം എന്നുള്ളത്. അതുകൊണ്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അതിനുള്ള സംവിധാനങ്ങൾ വേണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേയൊക്കെ സാധിച്ചിരുന്നു. കാരണം കുട്ടനാട്ടിലെ നീരൊഴുക്കിൻ്റെ കാര്യം, AC കനാലിൻ്റെ കാര്യം, ഇന്ന് വെള്ളം വന്നാൽ ഒഴുകിപ്പോകാനുള്ള സാധ്യതകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അത് ചെയ്യണം. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അറിവുള്ളവർ, പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനുള്ള പോംവഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് എത്രയോ ഫലഭൂഷ്ടിയുള്ളതാണ്. അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് അത് അവിടെ വിവിധങ്ങളായ കൃഷികൾ ഇറക്കുവാൻ, പിന്നെ ഹ്രസ്വകാല വിളവ് ലഭിക്കുന്ന കൃഷികൾ, ദീർഘകാല വിളവ് ലഭിക്കുന്ന അങ്ങനെയുള്ള അതൊക്കെ പഠിച്ച് അതേക്കുറിച്ച് പഠനം നടക്കുന്നത്, കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് എവിടെ എന്ത് കൃഷി ഏതവസരം ചെയ്യാൻ സാധിക്കും, നല്ലൊരു ഗൈഡൻസ് വേണം. ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് കുട്ടനാടോട് ആവശ്യമാണ്. കുട്ടനാടിൻ്റെ പ്രകൃതി രമണീയത നഷ്ടപ്പെടുത്താതെ, അതിൻ്റെ ആ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ ഉള്ള ടൂറിസം, നാച്ചുറലായിട്ടുള്ള ഒരു ടൂറിസം, അത് തീർച്ചയായിട്ടും അതിന് ഒത്തിരിയധികം സാധ്യതകളുള്ളതാണ് കുട്ടനാട് എന്ന് പറയുന്നത്. ആ കുട്ടനാടിലെ ഇടത്തോടുകളിലൂടെ ഒക്കെയുള്ള യാത്ര, ആറുകളും തോടുകളും കനാലുകളും ഒക്കെ നിറഞ്ഞ് ഈ പിന്നെ ശരീരത്തിൽ നാഡികൾ പോലെ കുട്ടനാടിനെ മനോഹരമാക്കി തീർക്കുന്ന, സജീവമാക്കി തീർക്കുന്ന ഈ തോടുകൾ, അതൊക്കെ മനോഹരമായിട്ട് സംവിധാനം ചെയ്ത് അവിടെ അതിൻ്റെ ആ സ്വാഭാവികത, പ്രകൃതിയുടെ അതായ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ അത് സംരക്ഷിക്കാൻ സാധിച്ചാൽ അവിടെ ഈ പറഞ്ഞ രീതിയിൽ കുട്ടനാടിൻ്റെ വിഭവ സമ്പത്തിനെ നിലനിർത്താൻ സാധിക്കും. ഈ രീതിയിൽ കുട്ടനാടിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഭാവാത്മകമായ കുട്ടനാടിൻ്റെ സവിശേഷതകൾ, സാധ്യതകൾ ഒക്കെ മനസ്സിലാക്കി അത് വളർത്തിയെടുക്കണം, അത് ഉത്തേജിപ്പിക്കണം. അതിന് സർക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. കുട്ടനാടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, MLA-മാരുണ്ട്, അല്ലെങ്കിൽ MP-മാരുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. ഇവരൊക്കെ ഇതല്ലേ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യവും പ്രശ്നങ്ങളിൽ വേണ്ടുന്ന വ്യക്തമായ പരിഹാരവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ മുറിപ്പെടുത്താതെ പറയുക എന്ന നിർബന്ധവും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമാറ്റം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും അദ്ദേഹം കർമ്മനിരതനായിരിക്കുന്ന മറ്റു പ്രദേശങ്ങളിലും ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹം തൻ്റെ അജഗണങ്ങൾക്ക് നല്ല അപ്പൻ തന്നെയായിരുന്നു. ഞാൻ പങ്കുവെച്ചതും പറഞ്ഞതും വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ്. പറയുവാനാണെങ്കിൽ ഇനിയും ധാരാളമുണ്ട്. ദീർഘകാലത്തെ വിശ്വസ്ത സേവനങ്ങൾക്കൊടുവിൽ സ്ഥാനമൊഴിയുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഇനിയും അനേകർക്ക് നന്മ പകരാൻ, പ്രവൃത്തിയിലൂടെ സുവിശേഷമാകാൻ പിതാവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.